നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കൂവപ്പള്ളി കുളപ്പുറത്ത് യുവാവും യുവതിയും മരിച്ച സംഭവം. യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. സാമ്പത്തിക തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചതായി സൂചന. മോനിപ്പള്ളിയിൽ മാരുതി കാറും KSRTC ബസും കൂട്ടിയിടിച്ചു. ദമ്പതിമാരും 11 വയസ്സുകാരനും മരിച്ചു. അപകടത്തിൽപ്പെട്ടത് തിരുവൈരാണിക്കുളം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയവർ. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി. കാഞ്ഞിരപ്പള്ളിയിൽ RGEA വാർഷികവും ജനപ്രതിനിധികൾക്ക് സ്വീകരണം. മകരവിളക്കിനായി ശബരിമല ഒരുങ്ങി. ശുദ്ധിക്രിയകൾ ആരംഭിച്ചു. പൊന്നമ്പലമേട്ടിൽ ബുധനാഴ്ച വൈകിട്ട് മകരജ്യോതി തെളിയും. വാർത്തകൾ വിശദമായി. കൂവപ്പള്ളി കുളപ്പുറത്ത് യുവതിയെയും യുവാവിനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. സാമ്പത്തിക തർക്കവും മറ്റു ബന്ധങ്ങൾ സംബന്ധിച്ച തർക്കവും കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് സൂചന. നെടുങ്കണ്ടം സ്വദേശി ഷേർലി മാത്യു, കോട്ടയം സ്വദേശി ജോബ് സക്കറിയ എന്നിവരാണ് കൂവപ്പള്ളി കുളപ്പുറത്തുള്ള ഷേർലിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രിയിലാണ് കൂവപ്പള്ളി കുളപ്പുറത്തുള്ള വീട്ടിൽ കട്ടപ്പന നെടുങ്കണ്ടം കല്ലാർ ഭാഗം തുരുത്തിയൽ ഷേർലി മാത്യുവിനെയും ഇവരുടെ സുഹൃത്ത് കോട്ടയം ആലുമൂട് കുരുട്ടുപറമ്പിൽ ജോബ് സക്കറിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷേർലിയെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ജോബ് ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വളരെ നാളുകളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും മറ്റു ബന്ധങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും കൊലപാതക കാരണമായെന്നും പോലീസ് പറയുന്നു. കൂവപ്പള്ളി വീട്ടിൽ കഴിഞ്ഞ 8 മാസമായി ജോബ് വരാറുണ്ടായിരുന്നു. ബന്ധുവാണെന്നാണ് ഷേർലി അയൽവാസികളോട് പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി 10:15 നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞാണ് ഇവിടെ ഒരു കൊലപാതകവും ആത്മഹത്യയും നടന്നതായിട്ടുള്ള വിവരം അറിയാൻ സാധിച്ചത്. ഇവിടെ വന്നപ്പോൾ പോലീസും അതുപോലെ തന്നെ അയൽവക്കത്തുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും തന്നെ ഈ മരിച്ച ആളെ പറ്റി കൂടുതലായിട്ടുള്ള മറ്റു വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ലായിരുന്നു. പിന്നീട് അവരുടെ പേര് ഷേർലി മാത്യു എന്നാണെന്നും ഇവര് ചങ്ങനാശ്ശേരിയായിട്ട് ബന്ധപ്പെട്ടെന്തോ ബിസിനസ് നടത്തുന്ന ആളാണെന്നും പിന്നീട് അറിയാനായിട്ട് സാധിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴിയൊക്കെ കൊടുത്ത് വെളുപ്പിന് ഒരു 3 മണിയോട് കൂടിയാണ് വീട്ടിലെത്തിയത്. ഇപ്പോൾ രാവിലെ ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അവരെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവർക്കൊക്കെ അന്വേഷിച്ചപ്പോഴും ഒരു കാറിൽ പോകുന്നു അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ കണ്ടാൽ ഒന്ന് ജസ്റ്റ് വർത്താനം പറയുന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇവരെ പറ്റിയുള്ള മറ്റു വിവരങ്ങളൊന്നും ഈ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊന്നും തന്നെ കൃത്യമായിട്ട് അറിയത്തില്ല. ഷേർലിയും ജോബും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ചൊല്ലി 1.5 മാസം മുൻപ് തർക്കം ആരംഭിച്ചിരുന്നതായും പറയപ്പെടുന്നു. നാട്ടുകാരുമായി സംസാരിക്കാറുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഷേർലി പങ്കുവച്ചിരുന്നില്ല. ഞായറാഴ്ച വൈകിട്ട് ജോബ് സക്കറിയ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് ഷേർലി സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. രാത്രി വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഇയാൾ തന്നെയാണ് വിവരം പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതും തുടർന്ന് വീട് സീൽ ചെയ്ത ശേഷം രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതും. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. KSRTC ബസും മാരുതി കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. MC റോഡിൽ മോനിപ്പള്ളി ഉദയഗിരി ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപം ഇന്ന് പകൽ 11:30യോടെയാണ് അപകടം ഉണ്ടായത്. കാറിലുണ്ടായിരുന്ന മറ്റു 3 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലുവ തിരുവൈരാണിക്കുളം ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നീണ്ടൂർ ഓണംതുരുത്ത് കുറുപ്പംപറമ്പിൽ KK സുരേഷ് കുമാർ, ഭാര്യ അമ്പിളി, ഇവരുടെ സുഹൃത്തിന്റെ പുത്രൻ അർജിത്ത് എന്നിവരാണ് മരിച്ചത്. കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് അപകടത്തിൽ മരിച്ചവരെയും പരിക്കേറ്റവരെയും പുറത്തെടുത്തത്. കൊല്ലം സ്വദേശിയും മരണമടഞ്ഞ സുരേഷിന്റെ സുഹൃത്തുമായ പ്ലാത്താനം സൂരജ്, ഭാര്യ രാഖി, സുരേഷിന്റെ മകൻ ഗോകുൽ എന്നിവരെയാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരിച്ച അർജിത്ത് സൂരജ് രാഖി ദമ്പതികളുടെ മകനാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി. RGMA കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം കാഞ്ഞിരപ്പള്ളി വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയീസ് അസോസിയേഷൻ കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം കാഞ്ഞിരപ്പള്ളി വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. പ്രസിഡന്റ് CK അബു ഉബൈദത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. UDF സർക്കാർ അനുവദിച്ച പല ആനുകൂല്യങ്ങളും ഇന്ന് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭ്യമല്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണെന്നും അഴിമതിയും ധൂർത്തും നടത്തി ഖജനാവ് കൊള്ളയടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ,
റിട്ടയർ ചെയ്തു എന്നതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇനി ദൈവം തമ്പുരാൻ ഒട്ടനവധി കാലഘട്ടം നമുക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടം മുഴുവൻ സന്തോഷകരമായി, അതോടൊപ്പം നാടിന് ഗുണകരമായി, സമൂഹത്തിന് ഗുണകരമായി, നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകളുടെ നന്മ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അതിദീർഘ കാലഘട്ടം ദൈവം തമ്പുരാൻ നിങ്ങൾക്കും നമുക്കും എല്ലാം തരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമാണുള്ളത്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും മുതിർന്ന അംഗങ്ങളെയും അഡ്വക്കേറ്റ് ടോമി കല്ലാനി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ ഷമീർ, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ജോസഫ് പത്യാല, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ തേനമാക്കൽ, കൂട്ടായ്മയുടെ രക്ഷാധികാരിയും എലുക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ VI അബ്ദുൾ കരീം, സംഘടനാ ഭാരവാഹികളായ NA ജോൺ, PP സഫറുള്ള ഖാൻ, KS അഹമ്മദ് കബീർ, മോഹൻദാസ് പഴുമല, അമീർ ഹംസ, S മുഹമ്മദ് കാസിം, PK കുമാരൻ, ബെന്നി തോമസ്, ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മകരവിളക്കിന് ഇനി 2 നാൾ. ശബരിമല സന്നിധാനത്ത് ശുദ്ധിക്രിയകൾ ആരംഭിച്ചു. നാളെ ശ്രീകോവിലിനുള്ളിൽ ബിംബശുദ്ധിക്രിയകൾ നടക്കും. ബുധനാഴ്ചയാണ് മകരവിളക്ക്. ശബരിമലയിൽ മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ചടങ്ങുകൾക്ക് തുടക്കമായി. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ ശബരിമലയിൽ ആരംഭിച്ചു. നാളെ രാവിലെ ശ്രീകോവിലിനുള്ളിൽ ബിംബശുദ്ധിക്രിയകൾ നടക്കും. ചതുർശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം എന്നിവ പൂജിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്താണ് ബിംബശുദ്ധി വരുത്തുന്നത്. ശബരിമലയിൽ മകരവിളക്കും മകരസംക്രമ പൂജയും ബുധനാഴ്ചയാണ്. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന പകൽ 3:08 സംക്രമാഭിഷേകം. പകൽ 2:45 നട തുറന്ന് 3 സംക്രമ പൂജ ആരംഭിക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വശം കൊടുത്തയക്കുന്ന നെയ്യാണ് ഈ സമയം അഭിഷേകം ചെയ്യുക. മകരവിളക്ക് ദർശിക്കാനും തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പനെ തൊഴാനുമായി തീർത്ഥാടകർ സന്നിധാനത്ത് തങ്ങി തുടങ്ങി. വലിയ നടപ്പന്തൽ, പാണ്ടിത്താവളം, BSNL തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തീർത്ഥാടകർ കേന്ദ്രീകരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 6 മണി വരെ 49,593 തീർത്ഥാടകർ ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, എരുമേലി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സേതു മാന്താടനെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ആന്റണി മാർട്ടിനെയും തെരഞ്ഞെടുത്തു. ഷാക്കി സജീവാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. മലങ്കര ഓർത്തഡോക്സ് സഭ ബോംബെ ഭദ്രാസന രൂപീകരണത്തിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ സമാപനം ഫെബ്രുവരി 1 നടക്കും. ഭദ്രാസന കേന്ദ്രമായ വാശി അരമനയിലാണ് സമാപന സമ്മേളനം. രാവിലെ നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം പൊതുസമ്മേളനം പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബോംബെ രൂപത മെത്രാപ്പൊലിത്ത ഗീവർഗീസ് മാർ കൂർലോസ്, ഫാദർ എബ്രഹാം ജോസഫ് തുടങ്ങിയവർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമാപനം ഈ മാസം 31-ാം തീയതി ഫെബ്രുവരി 1-ാം തീയതിയുമായിട്ട് ബോംബെയിൽ നടക്കുക. പരിശുദ്ധ ബാവാ തിരുമേനി നേതൃത്വം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദൈവബലി അനുഷ്ഠിക്കുകയും പബ്ലിക് മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്ത് ജൂബിലിയുടെ സമാപനം നടക്കുക. പാലാ നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങൾ. നഗരസഭയുടെ നേതൃത്വത്തിൽ നാടെങ്ങും സ്ഥാപിച്ച ക്യാമറകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. പാലാ നഗരത്തിൽ 11 വർഷം മുൻപ് 15 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച 15 ക്യാമറകളാണ് പൂർണ്ണമായും വർഷങ്ങളായി പ്രവർത്തനരഹിതമായത്. പഴയതിനു പകരം പുതിയത് സ്ഥാപിക്കാൻ നഗരസഭ 1 വർഷം മുൻപ് ആലോചന നടത്തിയിരുന്നു. 5 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു. പഴയ ക്യാമറകൾ സ്ഥാപിച്ചതു മുതൽ ക്യാമറകൾ ഓരോന്നായി കണ്ണടയ്ക്കുകയായിരുന്നു. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ക്യാമറകൾ ഓരോന്നായി പ്രവർത്തനരഹിതമാക്കാൻ കാരണം. എറണാകുളത്തുള്ള സ്വകാര്യ കമ്പനിയാണ് ക്യാമറ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനത്തിന്റെ പരിപാലനം നടത്തിയിരുന്നത്. അവശേഷിച്ചിരുന്ന ക്യാമറകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലെന്ന കാരണത്താലാണ് അറ്റകുറ്റപ്പണികൾ വർഷങ്ങൾക്ക് മുൻപ് നിർത്തിയത്. ഇതുമൂലം ഏറെ കൊട്ടിഘോഷിച്ച നിരീക്ഷണ പദ്ധതി പൂർണ്ണമായും ഇല്ലാതായി. പഴയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകളും നിരീക്ഷണ സ്ക്രീനും ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ സംരക്ഷണത്തിന് കരാറെടുക്കാൻ പോലും സ്ഥാപനങ്ങൾ തയ്യാറാകാതെ വന്നതോടെയാണ് പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. ഈ സാഹചര്യത്തിലാണ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകൾ വാങ്ങിക്കാൻ ആലോചന തുടങ്ങിയത്. എന്നാൽ ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. നഗരത്തിലെ കടകളിൽ കവർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകളെ ആശ്രയിച്ചാണ് പോലീസ് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നത്. നഗരത്തെ സമഗ്രമായി നിരീക്ഷിക്കാനുള്ള പദ്ധതിയാണ് തകർച്ചയിലായത്. പ്രധാനമായും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനാണ് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടങ്ങിയത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, ടൗൺ സ്റ്റാൻഡ്, മീനച്ചിലാറിന്റെയും തോടിന്റെയും തീരങ്ങൾ എന്നിവിടങ്ങളിലാണ്
സ്ഥലങ്ങളിലാണ് പ്രധാനമായും ക്യാമറകൾ സ്ഥാപിച്ചത്. ക്യാമറകൾ കേബിളുകൾ മുഖേന നഗരസഭയിൽ സ്ഥാപിച്ച കമ്പ്യൂട്ടർ മോണിറ്ററുമായി ബന്ധിപ്പിച്ചിരുന്നു. നഗരത്തിലെ ഓരോ ദൃശ്യങ്ങളും തത്സമയം കാണാൻ സാധിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ആരംഭിച്ച സീറോ വേസ്റ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് നഗരസഭ ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കിയത്. മീനച്ചിലാറ്റിന്റെയും ലാലം തോടിന്റെയും പരിസര പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറവുണ്ടായിരുന്നു. പാലാ പോലീസ് സ്റ്റേഷനിലെ മോണിറ്ററിംഗ് സംവിധാനത്തിലും ക്യാമറയുടെ ദൃശ്യങ്ങൾ പതിയും വിധമായിരുന്നു പദ്ധതി. എന്നാൽ ഇതെല്ലാം ഇന്ന് അവതാളത്തിലായിരിക്കുകയാണ്. എത്രയും വേഗം പുതിയ ക്യാമറകൾ സജ്ജമാക്കണമെന്ന് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ആർ മനോജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. തിരക്കഥാകൃത്തും നടനും നാടകകൃത്തുമായ മുതുകുളം രാഘവൻ പിള്ളയുടെ പേരിൽ കളിത്തട്ട് നൽകുന്ന 28ാമത് മുതുകുളം അവാർഡിന് ഗാനരചയിതാവും എഴുത്തുകാരനുമായ ടോണി ചിറ്റേട്ടുകുളം അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഫെബ്രുവരി 28-ന് മുതുകുളം കലാവിലാസിനി വായനശാലയിൽ ടോണി ചിറ്റേട്ടുകുളത്തിന് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണ ഈ അവാർഡിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദീപിക പത്രാദിവസത്തിന്റെ അംഗമായിരുന്ന ശ്രീ ടോണി ചിറ്റേട്ടുകുളം അദ്ദേഹത്തിനാണ്. അദ്ദേഹം നോവലിസ്റ്റാണ്. ചക്കരമാവൻ കൊമ്പത്ത് എന്ന സിനിമയുടെ സംവിധായകനും ഗാനരചയിതാവുമാണ്. വിദ്യാർത്ഥി മികവിന് അംഗീകാരം. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാന്തോം സിഗ്നേച്ചർ അവാർഡുകൾ നൽകി. വിദ്യാർത്ഥികളുടെ അക്കാദമികവും അക്കാദമികതരവുമായ വളർച്ചയെ ലക്ഷ്യമാക്കി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷം നടപ്പിലാക്കിയ നൂതന ആശയമായ സാന്തോം സിഗ്നേച്ചർ പദ്ധതിയുടെ സിഗ്നേച്ചർ അവാർഡ് നൽകി. പാലാ നഗരസഭ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം ഉദ്ഘാടനം നിർവഹിച്ചു. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോർജ് പുല്ലുകാലായിൽ മുഖ്യാതിഥിയായി. +1 വിദ്യാർത്ഥിനി മിന്ന ആൻഡ് നിജോയ് സാന്തോം സിഗ്നേച്ചർ സ്റ്റാർ പദവി കരസ്ഥമാക്കി. +2 വിദ്യാർത്ഥിനി അലോണ ബാബു സാന്തോം സിഗ്നേച്ചർ സ്കോളർ അവാർഡിന് അർഹയായി. +2 എ ക്ലാസ് ഗോൾഡൻ സിഗ്നേച്ചർ ക്ലാസ് സമ്മാനവും +2 സി ക്ലാസ് സിൽവർ സിഗ്നേച്ചർ ക്ലാസ് സമ്മാനവും നേടി. വിജയികളെ സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു അഭിനന്ദിച്ചു. സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ തികച്ചും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായാണ് സാന്തോം സിഗ്നേച്ചർ പദ്ധതി നടപ്പാക്കിയത്. കുട്ടികളുടെ അച്ചടക്കം, പഠന പ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നീ 3 മേഖലകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പദ്ധതിയുടെ പ്രവർത്തനം. ക്ലാസ് മുറികളുടെ വൃത്തി, ചിട്ടയായ യൂണിഫോം ധാരണം, സ്കൂളിലെ പൊതുപ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, സ്കൂൾ ലൈബ്രറിയുടെ ഉപയോഗം തുടങ്ങിയവ കുട്ടികളിൽ കൂടുതലായി വളർത്തിയെടുക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂവപ്പള്ളി കുളപ്പുറത്ത് യുവാവും യുവതിയും മരിച്ച സംഭവം. യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. സാമ്പത്തിക തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചതായി സൂചന. മോനിപ്പള്ളിയിൽ മാരുതി കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചു. ദമ്പതിമാരും 11 വയസ്സുകാരനും മരിച്ചു. അപകടത്തിൽപ്പെട്ടത് തിരുവൈരാണിക്കുളം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയവർ. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി. കാഞ്ഞിരപ്പള്ളിയിൽ RGEA വാർഷികവും ജനപ്രതിനിധികൾക്ക് സ്വീകരണം. മകരവിളക്കിനായി ശബരിമല ഒരുങ്ങി. ശുദ്ധിക്രിയകൾ ആരംഭിച്ചു. പൊന്നമ്പലമേട്ടിൽ ബുധനാഴ്ച വൈകിട്ട് മകരജ്യോതി തെളിയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.